നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ജോബിച്ചനോടും മീരയോടുമായിട്ട് മാമച്ചൻ പറഞ്ഞു, അതെ, ആ പെങ്കൊച്ചുണ്ടല്ലോ അലീന, അവളൊരു പാവം പിടിച്ച പെങ്കൊച്ച, അവളൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നേ, അവളെ വെറുതെ പിടിച്ചു വെച്ചിരിക്കുവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജോബിച്ചൻ പറഞ്ഞു, ഒരു കാര്യമില്ലാതെ പിടിച്ചു വെക്കുക അങ്ങളെ, എന്തെങ്കിലും ഒരു വിവരം കിട്ടാനുണ്ടായിരിക്കും അവളിൽ നിന്ന്, അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്ത് വിവരം കിട്ടാനായിട്ട്? അവളിൽ നിന്ന് ഒരു വിവരം കിട്ടാനില്ല എന്ന് പറഞ്ഞു. പകലും രാത്രി എല്ലാം അവിടെ പിടിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. ഇനിയിപ്പം ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ചോദിച്ചിട്ട് അങ്ങോട്ട് വിട്ടാ പോരെ, പിന്നീട് പിറ്റേദിവസം വേണേ കൊണ്ടുപോയി ചോദിച്ചാൽ പോരേന്ന് ചോദിച്ചു. ഇതൊന്നും അല്ലാന്ന് പറഞ്ഞു. ആ സമയം ചോദിച്ചാൽ പറഞ്ഞു, ഇതിനകത്ത് ഇടപെടുക എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ പോയി അച്ഛനോട് സംസാരിക്കാന്ന് പറഞ്ഞ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാമച്ചൻ മീരയോട് പറഞ്ഞു, മോളെ, നീ ഒന്ന് സംസാരിച്ചാൽ മതി, നിന്റെ അച്ഛനോട് ഒന്ന് കാര്യങ്ങളൊന്ന് ചോദിച്ചാൽ മതി, എന്തിനാ അവളെ പിടിച്ചു വെച്ചിരിക്കണേന്ന്, ശരിയല്ലേ, ന്യായമല്ലേന്ന് ചോദിച്ചു. ജോബിച്ചൻ പറഞ്ഞു, അത് ശരിയാ മീരെ, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നീ ഒന്ന് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. മീര പറഞ്ഞു, ഞാൻ ചോദിക്കാം, എങ്കിൽ പിന്നെ വൈകണ്ട, ഇപ്പം തന്നെ അങ്ങോട്ട് ചോദിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുവാണ്, മീര പോയി തൻ്റെ അച്ഛനെ വിളിക്കുകയാണ്. കാര്യങ്ങളൊക്കെ സംസാരിച്ച് കേട്ടതിന് ശേഷം ഡിവൈഎസ്പി പറഞ്ഞു, അതെ മോളെ, ഞാൻ കേട്ടിടത്തോളം ഇതൊരു വിവാദമായ കേസാണ്, നാളെ വലിയ കോളിളക്കമൊക്കെ സൃഷ്ടിക്കും, അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി കഴിഞ്ഞു, ഇനിയിപ്പം ന്യൂസ് ചാനലിലൊക്കെ പതുക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അറിയാലോ. അച്ഛാ, ആ പെങ്കൊച്ചൊരു പാവം പിടിച്ച പെങ്കൊച്ച എന്ന് പറഞ്ഞു. ചിലപ്പോൾ അതെയായിരിക്കും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ഛാ, എന്തിനാ അവളെ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞാൽ മതി, അച്ഛൻ വേറെ ഒന്നും അന്വേഷിക്കേണ്ട, അത് മാത്രം ഒന്ന് അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം. പിന്നെ അച്ഛാ, അവളൊരു ഓർഫനാന്ന് പറയണ, അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, പിന്നെ എറണാകുളത്ത് സ്ട്രോങ് ഫാമിലി ഉണ്ട്, അവരാന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. അച്ഛാ, അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് പറയണമെന്ന് പറഞ്ഞു. ശരി ശരി, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ കോള് കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ സി എയുടെ അടുത്തേക്ക് SI വരുവാണ്. അപ്പോഴേക്ക് CA ചോദിച്ചു, എന്തായാലോ അവൾ പരാതി എഴുതി തന്നോന്ന് ചോദിച്ചു. സാറേ, അവള് കംപ്ലൈന്റ് എഴുതി തരാൻ കൂട്ടാക്കുന്നില്ല. കംപ്ലൈന്റ് എഴുതി തരാൻ കൂട്ടാക്കുന്നില്ലെന്നോ? അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, നിയമപരിരക്ഷ കിട്ടുമെന്ന് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. അതൊക്കെ പറഞ്ഞു, പക്ഷെ അവള് കംപ്ലൈന്റ് എഴുതി തരത്തില്ല എന്നാ പറയണേ. ഓഹോ, അപ്പൊ അവള് കടുംപിടുത്തം അല്ലേന്ന് ചോദിച്ചു. അതെ, അങ്ങനെയാണെങ്കിൽ അവള് പരാതി എഴുതി തന്നിട്ട് അവളെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. സാറേ, അവൾക്ക് ഒരു കൂസലും ഇല്ലാന്ന് പറഞ്ഞു. തല്ലി സമ്മതിപ്പിക്കാൻ പറ്റില്ലല്ലോ, തല്ലി പരാതി എഴുതിപ്പിക്കാനുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അതെ, അവളവിടെ ഇരിക്കട്ടെ, ഒരു രാത്രി 12 മണി കഴിഞ്ഞതിന് ശേഷം അവളെ തെളിവെടുപ്പിനാന്നും പറഞ്ഞു ഒരു കൊണ്ടോക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. എങ്ങോട്ടാണെന്നറിയാവോ? അവന്മാരെ ആ മറ്റേ പെങ്കുച്ചിനെ പീഡിപ്പിച്ചിട്ടില്ലേ, അങ്ങോട്ടേക്ക് കൊണ്ടുവരണം. അവിടെ ചെന്നിട്ട് അവളോട് ചോദിക്കണം, നിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവന്മാർ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കണം. അങ്ങനെ 2 ചോദ്യമൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും അവൾ പേടിച്ച് വരച്ചോളും, തന്നെ കംപ്ലൈൻറ്റ് എഴുതി തന്നോളൂ എന്ന് പറഞ്ഞു. സാറേ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി അവള് നമുക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്താലോ? എന്തിന്, എന്നാന്നും പറഞ്ഞാൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് നമുക്കെതിരെ? അങ്ങനെയൊന്നും അവൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റില്ല. കാരണം ആദ്യം അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് അവളെ കംപ്ലൈൻറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പം 2ാമത്തെ റേപ്പ് കേസ് നടക്കില്ലായിരുന്നു. അപ്പം അവൾക്കെതിരെ നമുക്ക് നീങ്ങാടോ, താൻ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവൾക്കൊരു അഹങ്കാരം കാണുമായിരിക്കും, അവളെ സംരക്ഷിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന്. ഈ പറയുന്ന അവള് ഇവന്മാർക്കെതിരെ പരാതി കൊടുക്കാത്തതിൻ്റെ പിന്നിൽ ചിലപ്പോൾ സോഫ്റ്റ് കോർണർ ആയിരിക്കും എന്ന് പറഞ്ഞു. അതെ സാറേ, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ ആ ബാലേന്ദ്രൻ വാരി കോരി കൊടുക്കുന്നുണ്ടായിരിക്കുന്നേ ഇവൾക്ക്, അതായിരിക്കും കാരണം. ഇനിയിപ്പോൾ അവർ തമ്മിൽ വല്ല രഹസ്യ അജണ്ട ഉണ്ടോന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇവനെതിരെ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീട് വിട്ടു പോകേണ്ട വരുമെന്നോ ഒരു ചിന്തയൊക്കെ കാണുമായിരിക്കും മനസ്സിൽ. അതുകൊണ്ടായിരിക്കും താൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, പരാതി എഴുതി മേടിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അയാൾ പറഞ്ഞു, SI പറഞ്ഞ് ശ്രമിക്കാമെന്ന് പറഞ്ഞു. ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ നടപ്പാക്കുക ചെയ്യണ്ട. പറഞ്ഞ് മനസ്സിലായല്ലോ, ഈ കുപ്പായ ഇടാൻ തുടങ്ങിയിട്ട് ഞാൻ കുറച്ച് കാലമായി. ഇനി അവന്മാരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. കാരണം അവളും കൂടെ കംപ്ലൈൻറ്റ് തരുവാണെങ്കിൽ കുറഞ്ഞത് ഒരു 10 വർഷം കൂടെ അവന്മാർ അകത്ത് കിടക്കുമെന്ന് പറയണേ. കാരണം മുമ്പും മയക്കുമരുന്ന് കൊടുത്ത് പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഒരു പരാതി കിട്ടുവാണെങ്കിൽ അത് കേസിന് കുറച്ചുകൂടെ ബലം ചെയ്യുന്ന കാര്യമാണ്. അതാ പറഞ്ഞ മനസ്സിലായല്ലോ? മനസ്സിലായ സാറ്, ഇല്ലെങ്കിൽ അവൾ അവിടെ ഇരിക്കട്ടെ, പരാതി എഴുതി തന്നിട്ട് വിടത്തോളം അങ്ങോട്ട് പറഞ്ഞാൽ മതി, അവൾ അവസാനം അവൾക്ക് അനുസരിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം. അങ്ങനെ SIനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അയാളും കൂടെ പോയി കഴിഞ്ഞപ്പോൾ CA മനസ്സിൽ പറഞ്ഞു, പിന്നെ ഇവളല്ല, ഇവളെക്കാളും വലിയവളെ കൊണ്ട് സമ്മതിപ്പിച്ച പിന്നെയാണോ ഇവള് എന്നൊരു ചിന്തയായിരുന്നു അയാളുടെ മനസ്സിൽ. അതേ സമയത്ത് സുലോചന ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്ത് നിന്നിട്ട് സുഖമാണോ ബാലേട്ടാന്ന് ചോദിച്ചു. പിന്നെ സുഖമാണോന്നോ, അല്ല ഇപ്പം എങ്ങനെയുണ്ട് ബാലേട്ടന്, കുറവുണ്ടോ?
കുറവുണ്ട്. ഒത്തിരി പേരുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എൻ്റെ കാര്യം അന്വേഷിക്കാനായിട്ട് 1-2 പേര് മാത്രമേ ഉള്ളൂ. അതിലോ ഒരാൾ നീയല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുലോചന പറഞ്ഞു, ഞാനുണ്ടല്ലോ ബാലേട്ട, എന്തിനും ഏതിനും. പിന്നെ ബാലേട്ടൻ എന്തിനാ വിഷമിക്കണമെന്ന് ചോദിച്ചു. അല്ല, ഒരുത്തിയാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് പോയത് അലീന. അവളെ പിന്നെ ഇങ്ങോട്ട് കണ്ടത് പോലുമില്ല. അലീന എന്തിയേ? എൻ്റെ ഫോണും കൊണ്ടുപോയതാ. പിന്നെ അവളെ ഇങ്ങോട്ട് കണ്ടതേ ഇല്ലോ എന്ന് പറഞ്ഞു. സുലോചന ഒരു നിമിഷം ആലോചിച്ചു. അല്ല, അത് പിന്നെ ബാലേട്ട, ഉള്ള സത്യം പറയാലോ, അലീനെ പോലീസ് കൊണ്ടുപോയെന്ന് പറഞ്ഞു. പോലീസ് കൊണ്ടുപോയെന്നോ? ബാലേട്ടനൊന്ന് ഞെട്ടി. അതെ, ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയത്. ഇതുവരെയായിട്ടും വിട്ടിട്ടില്ല എന്ന് പറയാണ്. പോലീസ് എന്തിനാ അവളെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നേ? അതിന് മാത്രം അവൾ തെറ്റവും ചെയ്തിട്ടില്ലോ. ബാലേന്ദ്രന് പെട്ടെന്ന് ദേഷ്യമായി. അവരെന്ത് പരിപാടിയാ കാണിക്കണേ? ചോദിക്കാനും പറയാനും ഇപ്പൊ അവിടെ ആരുമില്ലെന്ന് കരുതിയിട്ട് ആ SI കാണിക്കുന്നതായിരിക്കൂലേ? ഞാനിവിടെ ഹോസ്പിറ്റലാണല്ലോ, എന്തു ആവാലോ, അയാളപ്പം പ്രതികാരം ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ബാലേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ? പിന്നെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അല്ലെങ്കിലും അവൾ എന്തിനാ അവിടെ വെച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചോദ്യം ചെയ്യണമെങ്കിൽ വീട്ടിൽ വെച്ച് ചെയ്യാലോ. അതിന് പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? അപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് പറഞ്ഞു, അയ്യോ സാറേ, സാർ ഇങ്ങനെ കോപിക്കരുത്, അറിയാലോ സാർ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നുള്ള കാര്യം ഓർമ്മ വേണമെന്ന് പറഞ്ഞു. പിന്നീട് സുലോചനോട് പറഞ്ഞു, നിങ്ങൾ എന്ത് സ്വഭാവമുള്ള മനുഷ്യശ്രീയാ? ഇങ്ങനെ അസുഖമുള്ള ആളോടാണ് ഇങ്ങനെയൊക്കെ വന്ന് പറയണേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമെന്ന് ചോദിച്ചു. ഒന്നുമല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം സുലോചനയ്ക്കും ഭയങ്കര വിഷമമായി പോയി. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, നീ നിന്റെ ഫോണിങ് തരാൻ പറഞ്ഞു. അല്ല ബാലേട്ട, അത് പിന്നെ ഫോൺ തരാനാ പറഞ്ഞെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ അങ്ങോട്ട് കൊടുത്തു. ഇതിന് ലോക്ക് മാറ്റി തരാൻ പറഞ്ഞു. ലോക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണമോളാണ് വന്ന് കോൾ എടുക്കുന്നത്. ഹലോ പറഞ്ഞു. ഇതരാ അലീന അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും കൃഷ്ണമോൾ, ഞാൻ അച്ഛനായിരുന്നോ? ഞാനും പെട്ടെന്ന് നോക്കില്ല, ഓടി വന്ന് കോൾ എടുത്തോണ്ട്. അല്ല, അലീന എന്തിയേ? അവളുടെ ഫോൺ കൊടുത്തേ. നിന്റെ എങ്ങനെ ഈ ഫോൺ വന്നേ? അതോ നിങ്ങൾ തമ്മിൽ ഫോൺ വെച്ചു മാറിയെന്നൊക്കെ ചോദിച്ചു. അല്ല, അത് പിന്നെ അച്ഛാ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അലീന ചേച്ചിയെ പോലീസ് പിടിച്ചോണ്ട് പോയി. പോലീസ് പിടിച്ചോണ്ട് പോയെന്നോ? എന്നിട്ട് നീ ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ അച്ഛാ, അച്ഛൻ്റെ ഈ ഫോണില്ലല്ലോ, അതുകൊണ്ടാ. എൻ്റെ ഈ ഫോണില്ലാത്തതുകൊണ്ട് എന്നോട് പറയണ്ട. എടി, അവിടുന്ന് 1/2 മണിക്കൂർ ദൂരമല്ലേ ഇങ്ങോട്ടേക്കുള്ളൂ. ഇങ്ങോട്ടേക്കൊന്നും വന്ന് പറയാനുള്ള നിനക്കൊന്നും മര്യാദ ഇല്ലേന്ന് ചോദിച്ചു. അല്ല അച്ഛാ, അത് അച്ഛന് വയ്യാതിരിക്കുമല്ലേ? വയ്യാതിരിക്കുന്നതുകൊണ്ട് പറയണ്ടെന്ന് വിചാരിച്ചില്ലേ? എല്ലാവരും കൊള്ളാം. ശരി, നീ ഫോൺ വെച്ചാളെന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ കോള് കട്ട് ചെയ്തു. പിന്നീട് ബാലേന്ദ്രൻ അങ്ങ് ചാടി എഴുന്നേക്കുവാൻ തുടങ്ങണം. അപ്പോഴേക്കും സുലോചന പറഞ്ഞു, എന്താ ഏട്ടാന്ന് ചോദിച്ചു. നേഴ്സും വന്ന് പിടിച്ചു. സാറേ, അവിടെ കിടക്ക് സാറേ, സാർ പേഷ്യൻ്റ് അല്ലേ, സാറിന് ഇങ്ങനെ എഴുന്നേറ്റ് ഓടാനൊന്നും പറ്റില്ല, അവിടെ കിടക്കാൻ പറഞ്ഞു. ഒരു വിധത്തിൽ ബലമായിട്ട് അവിടെ പിടിച്ചു കിടത്തുവാണ്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ അടുത്തുണ്ടായിരുന്ന ആ നേഴ്സ് നേരെ വൈജയന്തിയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, മാഡത്തിൻ്റെ അടുത്ത് നേരത്തെ നോക്കാനായിട്ട് ഒരു ചേച്ചി വന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നല്ലോ, അവരാണ്ട് അപ്പുറം സാറിൻ്റെ അടുത്തുണ്ടെന്ന് പറയണം. ആഹാ, അല്ല, അവള് സുലോചന, അവളായിരിക്കില്ലേ? അതെ. അവിടെ വന്നിട്ട് ആ ചേച്ചി ഒരു കാര്യം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സാറിന് ഭയങ്കര ബുദ്ധിമുട്ടായി. സാർ ആകെപ്പാടെ വയലൻ്റ് ആയെന്ന് പറഞ്ഞു. എന്ത് കാര്യമാ? ഏതോ ഒരു പെങ്കൊച്ചിനെ പിടിച്ചോണ്ട് പോയ കാര്യം. പെങ്കൊച്ചിനോ? അതെ, അലീന എന്ന് പറയുന്ന ആ പെങ്കൊച്ചിനെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചോണ്ട് പോയ കാര്യം. അങ്ങനെയാണ്, അവളെ പോലീസ് കൊണ്ടുപോയോ? ആഹാ, അതൊരു നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞു. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ സാറ് വല്ലാതെ വിഷമിച്ചേന്ന് പറഞ്ഞു. അപ്പം അതാണ് കാര്യങ്ങൾ. നീ ഒരു കാര്യം ചെയ്യാം, ഏതിനാന്നൊക്കെ അറിയാവോ? അല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല മാഡം. ഒന്നൊരു കാര്യം ചെയ്യാം, ആ സുലോചന ഇങ്ങോട്ടേക്കൊന്ന് വിളിക്കാവോ? ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ശരി മാഡം എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് അവിടെ വേറെ നേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു, വൈജയന്തിയെ നോക്കാനുള്ളത്. അപ്പോഴേക്കും അവർ പറഞ്ഞു, അല്ല, നിങ്ങളുടെ മോളല്ലേ ആ അലീന എന്ന് പറയുന്ന പെൺകുട്ടി? പിന്നെ എൻ്റെ മോളൊന്നുമല്ല, ഏതോ ഒരു പഴച്ച സ്ത്രീക്ക് ഉണ്ടായതാ എന്ന് പറയണ. അല്ല, നിങ്ങളുടെ മോളാന്നാണല്ലോ പറഞ്ഞേ, അതോ ഇനിയിപ്പോൾ സാറിൻ്റെ മോളാണോ എന്ന് ചോദിച്ചു. പിന്നെ അങ്ങനെയൊന്നുമല്ല, അതൊക്കെ വെറുതെ പറയുന്ന, ഇല്ല കഥകൾ ഉണ്ടാക്കുന്നല്ലേന്ന് ചോദിച്ചു. എന്നാലും ആ പെങ്കൊച്ച പോലീസ് സ്റ്റേഷനാണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഇത്ര സന്തോഷമോ? പിന്നെ അവള് കിടക്കേണ്ട ലോക്കപ്പിൽ തന്നെ കിടക്കേണ്ടതാ. അവള് ചെയ്തതിനൊക്കെയുള്ള ശിക്ഷ അവൾക്ക് കിട്ടണേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നേഴ്സ് ചോദിച്ചു, അല്ല, ഒരു കാര്യം ചോദിച്ചില്ല മാഡത്തിന് ഈ ശിക്ഷ കിട്ടിയത് എന്തുകൊണ്ടാ? മാഡം ചെയ്ത് തെറ്റുകൊണ്ടാണോ എന്ന് ചോദിച്ചു. ഈ കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് ഇവിടെ കിടക്കുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയന്തിയുടെ നാവിറങ്ങിപ്പോയി. വൈജയന്തിക്ക് അത്രയ്ക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അവൾ അങ്ങനെ പറയുന്നത്. അപ്പോഴേക്കും സുലോചന അങ്ങോട്ടേക്ക് വന്നു. എന്താ ചേച്ചിക്ക് സുഖമൊക്കെ അല്ലെന്ന് ചോദിച്ചു. എന്താ, നിന്നെ ഇപ്പം ഇങ്ങോട്ട് കാണാൻ പോലും ഇല്ലല്ലോ. ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ അടുത്തേക്കൊന്നും വന്നത് പോലും ഇല്ല. അതാണോ? ചേച്ചിയെ നോക്കാനായിട്ടെ ചേച്ചിയുടെ ആങ്ങളമാർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, പക്ഷെ ബാലേട്ടനല്ലേ ആരും ഇല്ലാത്ത.
അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, എനിക്കുള്ളതും ബാലേന്ദ്രൻ ഇല്ലാത്തതും എല്ലാം കണക്കാ. അല്ല, ആ അലീനയെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് കേട്ടല്ലോ, പോലീസ് സ്റ്റേഷനിലാന്ന് കേട്ടല്ലോ, അവൾ ലോക്കപ്പിലാണോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം സുലോചന പറഞ്ഞു, അവളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി ചോദ്യം ചെയ്യാനും. അത് നല്ല കാര്യം, അങ്ങനെ തന്നെ വേണം, ഇപ്പോഴെനിക്ക് സന്തോഷമായെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സുലോചനയ്ക്ക് നല്ല ദേഷ്യമായി. സുലോചന പറഞ്ഞു, സന്തോഷിക്കണം ചേച്ചി, നന്നായിട്ട് സന്തോഷിക്കണം എന്ന് പറഞ്ഞു. കാരണേ പോലീസ് പിടിച്ചുകൊണ്ട് പോയത് എന്തിനാണെന്നറിയാവോ? രോഹിത്തിനും ഹരിശങ്കറിനെതിരെ പരാതി എഴുതി മേടിക്കാനായിട്ടാണ് പോയിരിക്കുന്നത്. മയക്കുമരുന്ന് കൊടുത്ത് രോഹിത്ത് ഹരിശങ്കറും ചേർന്നിട്ട് അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും പിന്നെ ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വയരക്ഷയ്ക്ക് എന്താണ് വയറ്റിൽ കത്രയെ കുത്തിക്കയറ്റി അവള് ഹോസ്പിറ്റലായെന്നും അതൊക്കെ പരാതി എഴുതി അവർ വാങ്ങിക്കാൻ വേണ്ടിയാ. കാരണം കേസിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട്, ഒരു കാരണവശാലും അവന്മാർ പുറത്തിറങ്ങരുത്, അതിന് വേണ്ടിയിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി വല്ലാതെ, കാരണം അപ്പുറത്താ നേഴ്സ് കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വൈജയന്തിക്ക് ആകെപ്പാടൊരു നാണക്കേട് തോന്നി. ആ സമയം സുലോചന പറഞ്ഞു, ചേച്ചിക്ക് ഇത്തിരിയെങ്കിലും നാണമുണ്ടോ? ഉണ്ടെങ്കിൽ ചേച്ചി ഇങ്ങനെ പറയില്ലായിരുന്നു. അവള് പരാതി എഴുതി കൊടുത്താണ്ടല്ലോ, അതോടുകൂടി തീർന്നു രോഹിത്തിന്റെ ഹരിശങ്കറിന്റെ ഒക്കെ കാര്യം. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, അല്ല സുലോചന, ചേച്ചി സന്തോഷിച്ചോ? നന്നായിട്ട് സന്തോഷിച്ചോ? അലീന പോലീസ് സ്റ്റേഷനിലായതിന് എന്താണെങ്കിലും വരാൻ പോകുന്ന പണി നല്ലത് തന്നെയാ. ഒന്നുമല്ലേലും ചേച്ചിയുടെ മകനെയോ പിന്നെ ആങ്ങളുടെ മകനെയും രക്ഷിക്കാൻ പറ്റുമോ നോക്കും. ഒരു +2 പഠിക്കുന്ന പെങ്കൊച്ചിനെ പീഡിപ്പിച്ചെന്നുള്ള കേസിലാണ് രണ്ടുപേരും കൂടെ അറസ്റ്റ് ആയിരിക്കുന്നത്, നിസ്സാര കേസൊന്നും അല്ല എന്നും പറഞ്ഞിട്ട് സുലോചന അങ്ങോട്ടേക്ക് പോവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു വൈജയന്തി പെട്ടെന്ന് പറഞ്ഞു, നാശം പിടിക്കാനായിട്ട് ഇവിടെ ആരെ ഇങ്ങോട്ടേക്ക് വിളിച്ചെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആ നേഴ്സ് പറഞ്ഞു, അല്ല മാഡം അല്ലേ പറഞ്ഞ് എന്നോട് വിളിച്ചോണ്ട് വരാനായിട്ട്, അതുകൊണ്ടല്ലേ വിളിച്ചോണ്ട് വന്നേന്ന് ചോദിച്ചു. വൈജയന്തിക്ക് കാരണം തടിയേറ്റോലേ പോയി. അങ്ങനെ അന്ന് രാത്രിയായി. CI പോയിട്ട് വീണ്ടും തിരികെ വരുവാണ്. അങ്ങനെ തിരികെ വന്നിട്ട് അലീനയെ നോക്കണം. കീർത്തിയോട് ചോദിച്ചു, അല്ല ഇവള് പരാതി എഴുതി തന്നോന്ന് ചോദിച്ചു. ഇല്ല സാർ, അന്ന് ഇവളെ മുകളിലേക്ക് കൊണ്ടാ ഒന്ന് ചോദ്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. സാർ ഇവിടെ വെച്ച് ചോദ്യം ചെയ്തായിരുന്നു, എന്നിട്ട് ഇവള് കംപ്ലൈന്റ് തന്നില്ലല്ലോ. ഇല്ലാന്ന് പറയണം. അവളെ മുകളിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അയാളും കൂടെ കയറിപ്പോയി. ആ സമയത്ത് കീർത്തി എന്നിട്ട് അലീനയോട് പറഞ്ഞു, അതെ എൻ്റെ കൊച്ചെ, മര്യാദയ്ക്ക് പരാതി എഴുതി തരുന്നത് നല്ലത്. സാറ് മുകളിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിലേ തിരിച്ചിറങ്ങി വരുമ്പോൾ നീ കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ടോ തിരിച്ചു വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അതെന്താ മോളി വെച്ചെന്നെ പീഡിപ്പിക്കുമെന്ന് ചോദിച്ചു. എൻ്റെ കൊച്ചെ, നിനക്കറിയാൻ മേലാത്തോണ്ടാ. അതെ, എന്നെ അങ്ങോട്ട് പേടിപ്പിക്കാൻ വരട്ടെ, എന്താണെങ്കിലും ഞാൻ പരാതി എഴുതി കൊടുക്കത്തില്ല. നിനക്ക് പരാതി എഴുതി കൊടുത്താൽ എന്താ, എനിക്ക് കംപ്ലൈന്റ് ഇല്ലാന്ന് പറഞ്ഞു. കംപ്ലൈന്റ് ഇല്ലാന്നോ? അതെ. ഓ, അപ്പൊ നീ ഇവിടെ കിടക്കുന്ന ആ റേപ്പിസ്റ്റുകളെ സംരക്ഷിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അതെ, അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടണം. ഞാൻ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് പരാതിയില്ല, ഞാൻ അവരോട് ക്ഷമിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഓ, ക്ഷമിക്കാൻ നീ ആര്, ദൈവമാണോന്ന് ചോദിച്ചു. അതെ, ചില കാര്യങ്ങളൊക്കെ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ദൈവമാണെങ്കിലും മനുഷ്യയാണെങ്കിലും അങ്ങനെയാ ക്ഷമിച്ചെന്നേ ഉള്ളൂ. നീ കൂടുതൽ പാചകമൊന്നും അടിക്കണ്ട, പറയും നിങ്ങൾ അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇല്ലെങ്കിലും എന്ത് ചെയ്യും മാഡം? എന്നെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കോ? ഇതൊരു പോലീസ് സ്റ്റേഷൻ അല്ലേ, അല്ലാതെ റേപ്പിസ്റ്റ് കേന്ദ്രമൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. പിന്നെ ഞാനിവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ കുറിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ വെച്ച് എന്നെ എന്ത് ചെയ്താലും നാളെ കോടതിയെ ഹാജരാക്കുമല്ലോ, അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞോളാന്ന് പറഞ്ഞു. നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമാണ്, അന്നെങ്കിൽ നിന്നെ കാണിച്ചാലാന്ന് പറഞ്ഞു. മാഡം എന്ത് കാണിക്കാനാ? നാളെ മീഡിയാസിന്റെ മുന്നിൽ ഞാൻ അങ്ങ് പറയും ഇവിടെ നടന്ന എന്താന്ന്. മാഡത്തിന്റെ പേര് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടുണ്ട്, ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞു. ആരാ? ഞാനിന്ന് നാളെ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. അലീനയ്ക്ക് നല്ല ധൈര്യമായിരുന്നു. അലീന ഒട്ടും കൂസാക്കിയില്ല, നല്ല ധൈര്യത്തോട് തന്നെയാണ് അലീന നിൽക്കുന്നത്. അപ്പോഴേക്കും അവരൊന്നും പതറി. പിന്നീട് കീർത്തി പറഞ്ഞു, നീ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് കയറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.